ഇതിൻ്റെ പേരാണ് കിഴിക്കപ്പ. ഇതിൽ വയ്ക്കുന്നത് മരിച്ചിനി മാഷ് ചെയ്തത് ഫിഷാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് സൈഡിൽ കുറച്ച് മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തിയാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. കുറച്ച് ചമ്മന്തി, ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വറുത്ത മീൻ കൊടുക്കും, ഒരു വറുത്ത മീൻ. ഇത്രയാണ് കൊടുക്കുന്നത്. ഇതിനെ ഇനി നമ്മളൊരു കിഴിയാക്കും. ഇതാണ് കിഴിക്കപ്പ. ഇതിനകത്തുള്ളത് പേസ്റ്റായ കപ്പയും ഒരു 3 പീസ് കറി വെച്ച വറുത്തരച്ച കറി വെച്ച മീനും ഒരു ഫ്രൈയും കുറച്ച് കാന്താരി മുളക് ചമ്മന്തിയും അടങ്ങിയതാണ് കിഴിക്കപ്പ. ഇതെല്ലാം മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതുമാണ്. ഇതാണ് തവ ഫ്രൈ. ഇത് വിത്തൗട്ട് ഓയിലാണ്. ഇതിനകത്ത് അത്യാവശ്യം സലാഡുണ്ട്, ഒരു മീനും, ഒരു സാധാരണ ഒരാളിന് എനിക്ക് തോന്നുന്നത് ഒരു 2 പെറോട്ട ഉണ്ടെങ്കിൽ ധാരാളം. ഇവിടെ കേരള പെറോട്ടയുണ്ട്, ചപ്പാത്തി ഉണ്ട്, പുട്ടുണ്ട്, അപ്പമുണ്ട്. പിന്നെ ഇതിന് തവ ഫ്രൈക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചു വരികയാണ്. തവ ഫ്രൈ എണ്ണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതാണ് മുള ബിരിയാണി. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ബിരിയാണി ചോറ്, സാധാ ബിരിയാണി റൈസിൻ്റെ ചോറ്, ചിക്കൻ മസാല, വറുത്ത 2 പീസ്, ഒരു മുട്ട, ഇതടങ്ങിയതാണ് ബാംബു ബിരിയാണി അഥവാ മുള ബിരിയാണി. ഇത് കസ്റ്റമർക്ക് അധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇത് ഞാൻ ഇതിനെ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ കുറേശ്ശെ തട്ടിയാണ് ഇതെടുക്കുന്നത്. ഒരുമിച്ച് തട്ടാൻ പറ്റില്ല, കുറേശ്ശെ തട്ടിയാണ്. ചില അസുഖമുള്ള ആൾക്കാരും ഇത് ഉപയോഗിക്കാറുണ്ട്. ബാംബു എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സാധനമാണ്. അതുകൊണ്ട് ഔഷധ ഗുണം ഏറെ ഉള്ളതുകൊണ്ട് ചില അസുഖമുള്ളവരും ഇത് കഴിക്കാൻ ഇവിടെ വരുന്നുണ്ട്.